നോട്ട് 4 സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നോട്ട് 4ന് ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് പോയിന്റ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഒരു ടൈറ്റിൽ അവിടെ ടൈറ്റിൽ കൊടുക്കട്ടോ. ഞാൻ അവിടെ ആ ഡെഫിനിഷൻ്റെ മേലെ ടൈറ്റിൽ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഫിക്സഡ് പോയിന്റ് എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്താ ഫിക്സഡ് പോയിന്റ്? ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? ദ നമ്പർ പി is a fixed point for a given function g if എന്താണ് g of p equal to p ആവുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു നമ്പർ പീനെ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫിക്സഡ് പോയിന്റ് ആണ് ഇപ്പോഴാണ് പറയാം g of p equal to p ആവുമ്പോൾ. പി എന്ന് പറഞ്ഞ നമ്പറിനെ g എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ ഫിക്സ്ഡ് പോയിന്റ് ആണ് പറയുക g of p equal to p ആവുമ്പോൾ. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാൻ പോകണം. ഇതാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ എന്താണ് g of x. ഓക്കെ. അപ്പോൾ എന്താണ് g of p ഈക്വൽ ടു p ആകണ പീനെയാണ് നമ്മൾ ഫിക്സഡ് പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ g എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ g of p ആരാ? g of x ആരാ? എക്സ് സ്ക്വയർ. അപ്പോൾ g of p ആരാ? p സ്ക്വയർ അല്ലേ. അപ്പോൾ p സ്ക്വയർ ഈക്വൽ ടു p ആവണം. അങ്ങനെയുള്ള പോയിന്റ് ഫിക്സ്ഡ് പോയിന്റ്. അപ്പോൾ p സ്ക്വയർ മൈനസ് p ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഇതിന് pനെ പുറത്ത് കൊടുക്കുമ്പോൾ p ഇൻറ്റു p മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ p ഈക്വൽ ടു 0 p ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് ഫിക്സ്ഡ് പോയിന്റ് കിട്ടി. എന്താണ്? p ഈക്വൽ ടു 0യും പിന്നെന്താണ് 1ഉം. ഓക്കെ. അപ്പോൾ നോക്കുക, ഈ y ഈക്വൽ ടു അതായത് നമ്മൾ g of x എന്താണ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആ ഗ്രാഫും ഈ y ഈക്വൽ ടു എക്സും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ ഫിക്സ്ഡ് പോയിന്റ് ആയിട്ട് വന്നത് അല്ലേ. g of p ഈക്വൽ ടു p ആകണ pനെയാണ് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് ദ ഫംഗ്ഷൻ g എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഏതേ പോയിന്റ്സ് p ഈക്വൽ ടു 0യും അതുപോലെ p ഈക്വൽ ടു 1ഉം. അപ്പോൾ ഫിക്സ്ഡ് പോയിന്റ് എന്താണെന്ന് എക്സാമ്പിളിൽ കാണിച്ചതാണ് കേട്ടോ. അത് അപ്പോൾ ഫിക്സ്ഡ് പോയിന്റ് എന്താണെന്ന് ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ദ നമ്പർ p ഇസ് എ ഫിക്സ്ഡ് പോയിന്റ് ഫോർ എ ഗിവൺ ഫംഗ്ഷൻ g ഇഫ് എന്താവണം g of p ഈക്വൽ ടു p ആവണം. ഓക്കെ. ഇനി നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അല്ലേ. ബൈസെക്ഷൻ മെത്തേഡിലൂടെ ഒക്കെ നമ്മൾ എന്താ കണ്ടത്? ആ ഒരു പോളിനോമിയൽ തന്നിട്ട് അതിന്റെ റൂട്ട് കാണണം. റൂട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തന്നിട്ടുള്ള ഫംഗ്ഷനെ 0 ആക്കണ ആ എക്സിന്റെ വാല്യൂസ് അല്ലേ. അപ്പോൾ ഈ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അതുപോലെ ഈ ഫിക്സ്ഡ് പോയിന്റും എന്താണ് ഒരേ ഈക്വലൻസ് ക്ലാസ്സിലാണ്. എന്താണ് റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം, ഫിക്സ്ഡ് പോയിന്റ് പ്രോബ്ലം എന്താണ്? Problems are in equivalent classes in the following sense. Same meaning പറയുന്നതാണ് പറയുന്നത്. നോക്കട്ടോ. അപ്പോൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ചെയ്തത്? എഫ് ഓഫ് പി ഈക്വൽ ടു 0 ആവണ പി കാണാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? ഫിക്സ്ഡ് പോയിന്റ് ആണെന്നും പറയണം. അതുപോലെ എന്താണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമുക്ക് എന്താ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിലോട്ട് എത്താമെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അതുപോലെ ഫിക്സ്ഡ് പോയിന്റും എന്താണ് സെയിം മീനിങ് ആണ്, സെയിം ഈക്വലൻ ക്ലാസ്സിലാണ് പെടുന്നതെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം എടുത്തു. എഫ് ഓഫ് പി ഈക്വൽ ടു 0 എന്ന് എടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാണ് g of x ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഇതിൽ ഞാൻ അറ്റ് പിയിൽ നോക്കുകയാണ്. അപ്പോൾ എന്താണ് വെറ്റ് എക്സ് ഈക്വൽ ടു പി. അപ്പോൾ ജി ഓഫ് പി എന്താ വരിക? പി മൈനസ് എഫ് ഓഫ് പി അല്ലേ. എഫ് ഓഫ് പി എന്താണ്? 0 ആണ്. അപ്പോൾ പി മൈനസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ജി ഓഫ് പി ഈക്വൽ ടു പി എന്ന് കിട്ടി. ഇനി ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, ജി ഓഫ് എക്സിന് എന്തെടുത്തു, എക്സ് പ്ലസ് 3 f of x എന്ന് എടുത്തു. അറ്റ് എക്സ് ഈക്വൽ ടു പിയിൽ നമുക്ക് എന്ത് വരും, ജി ഓഫ് പി ഈക്വൽ ടു പി പ്ലസ് 3 ഇൻറ്റു എഫ് ഓഫ് പി. എഫ് ഓഫ് പി അഗെയിൻ 0 ആണ്. അപ്പോൾ എന്ത് കിട്ടി, എഫ് ഓഫ് പി 0 ആണ്. അപ്പോൾ ജി ഓഫ് പി ഈക്വൽ ടു പി കിട്ടി അല്ലേ. അപ്പോൾ ആ എന്താണ് ഈ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലംസ് ആൻഡ് ഫിക്സ്ഡ് പോയിന്റ് പ്രോബ്ലംസ് ആർ ഇക്വലന്റ് ക്ലാസ് ഇൻ ദ ഫോളോയിങ് സെൻസ് എന്നുള്ളതിന്റെ താഴെ കണ്ടോ എന്താണ് ഗിവൺ എ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം പി. നമുക്ക് ഒരു റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം തന്ന് എഫ് ഓഫ് പി ഈക്വൽ ടു 0 തന്നെ. അപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ ജീനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ എന്താണ് അറ്റ് പിയിൽ നോക്കുമ്പോൾ ജി ഓഫ് പി ഈക്വൽ ടു പി മൈനസ് എഫ് ഓഫ് പി. എഫ് ഓഫ് പി എന്താണ് 0 ആണ്. അപ്പോൾ ജി ഓഫ് പി ഈക്വൽ ടു പി കിട്ടി. അപ്പോൾ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് എത്തി, ഇതാരാണ് ഫിക്സ്ഡ് പോയിന്റ് അല്ലേ. അതുപോലെ ഞാൻ ഈ ജി ഓഫ് എക്സിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും പിന്നെന്താണ് ഈ എഫ് ഓഫ് പി ഈക്വൽ ടു 0 എന്ന് എടുത്താൽ എന്താ ഈ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം എടുത്താൽ ഫിക്സ്ഡ് പോയിന്റ് എത്തി. നമുക്ക് തിരിച്ച് പ്രൂവ് ചെയ്യണം. ഫിക്സ്ഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ റൂട്ട് ഫൈൻഡിങ്ങൾക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ എന്തെടുക്കണം, കോൺവേഴ്സ്ലി നമ്മൾ റൂട്ട് ഫൈൻഡിങ് എന്ന് ഫിക്സ്ഡ് പോയിന്റ് കിട്ടില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ്ഡ് പോയിന്റ് എടുക്കണം. അപ്പോൾ എന്തെടുക്കണം, ഇഫ് ജി ഹാസ് എ ഫിക്സ്ഡ് പോയിന്റ് എച്ച് പി, ഫിക്സ്ഡ് പോയിന്റ് അറ്റ് പി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ജി ഓഫ് എക്സ് എടുത്തു. ഇതിൽ അറ്റ് പിയിൽ എഫ് ഓഫ് പി ഈക്വൽ ടു പി മൈനസ് ജി ഓഫ് എക്സ് അല്ലേ. ഇനി ജിക്ക് എന്താണ് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് അറ്റ് പിയിൽ, എന്ത് ജി ഓഫ് പി, അതായത് ജി ഓഫ് പി ഈക്വൽ ടു പി എന്നല്ലേ, പി എന്നാണെന്നല്ലേ. ഓക്കെ, അപ്പോൾ ഈ ജിക്ക് ഫിക്സ്ഡ് പോയിന്റ് കിട്ടിയ പിയിൽ നിന്ന്, അപ്പോൾ എന്താ അതിന്റെ മീനിങ് എന്താ, ജി ഓഫ് പി ഈക്വൽ ടു പി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, പി എഴുതി മൈനസ് ജി ഓഫ് പി എന്താണ് പി ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, ജി ഓഫ് പി മൈനസ് പി 0 ആണ്. അപ്പോൾ എഫ് ഓഫ് പി എന്ത് കിട്ടി, 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്തെടുത്ത്, ജിക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് അറ്റ് പിയിൽ നിർത്തും, നമുക്ക് എന്ത് കിട്ടി, ഇതാരാ റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അല്ലേ. അപ്പോൾ റൂട്ട് ഫൈൻഡിങ് നമുക്ക് എന്ത് ചെയ്യും, ഫിക്സ്ഡ് പോയിന്റിലേക്കും പോവാം, ഫിക്സ്ഡ് പോയിന്റ് നമുക്ക് റൂട്ട് ഫൈൻഡിങ്ങിനും പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലംസ് ആൻഡ് ഫിക്സ്ഡ് പോയിന്റ് പ്രോബ്ലംസ് ആർ ഈക്വലന്റ് ക്ലാസ് ഇൻ ദ ഫോളോയിങ് സെൻസ്. നമ്മൾ പറഞ്ഞ ഈ സെൻസിൽ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, അത് മിസ്സേ, അത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എഫ് ഓഫ് എക്സ്, ആ രീതിയിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്താ ചോദിച്ചേ, നമ്മളിപ്പോ ഈ ഇതില് എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ടല്ലേ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എഫ് ഓഫ് എക്സ് എടുത്തത്. അതൊരു എക്സാമ്പിൾ വെച്ചിട്ടല്ലേ വെച്ചിട്ടാണ് അത് പറഞ്ഞത്. കാരണം ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഈ എന്താണ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് എക്സ് പ്ലസ് 3 എഫ് ഓഫ് എക്സ് ഈ രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, 3ക്ക് പകരം 4 ആവാം, 5 ആവാം, അപ്പൊ ഒന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ വരണമെന്ന്, ഇവിടെ എന്താ ഇവിടെ വേണമെങ്കിൽ 3 വരാം, ഇവിടെ 5 വരാം, 6 വരാം, 9 നമ്പർ വരാം അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ 2 രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ.
ഓക്കെ. നമ്മളിപ്പോ y=x² എന്നുള്ള ഒരു എന്താണ് കർവ് എടുത്തു, അതായത് അതിനെ നമ്മൾ g(x) ആയിട്ട് എടുത്തു. അപ്പോൾ അതിന്റെ ഫിക്സഡ് പോയിന്റ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ, p=0യും p=1 ആയിട്ട് കണ്ടു. അപ്പൊ അതുപോലെ എന്താണ് വേറെ ക്വസ്റ്റ്യൻ ആണ്, ഡിറ്റർമിൻ ഫിക്സ്ഡ് പോയിന്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ g(x) equal to എന്താണ് x² - 2. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. ഫിക്സ്ഡ് പോയിന്റ് പറഞ്ഞാൽ എന്താണ്, g(p) = p ആകണ പോയിന്റ്സ് അല്ലേ. അപ്പോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, g(p) = p implies p² - 2 = p അല്ലേ. g(p) ആരാണ്, p² - 2 അല്ലേ. പിന്നെ അതുപോലെ എഴുതി ഞാൻ നോട്ടിൽ ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, g(x) = x implies x² - 2 = x ആയിട്ട്. അങ്ങനെയാണെങ്കിൽ x കൊടുക്കാൻ പ്രശ്നമല്ല, p ആണെങ്കിൽ p കൊടുക്കട്ടോ. നമ്മൾ ഡെഫിനിഷൻ രൂപത്തിലല്ലേ പഠിച്ചത്, p വെച്ചിട്ടല്ല. അപ്പം p കൊടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇവിടുന്ന് എന്ത് പറയാം, p² - 2 = p. അപ്പോൾ ഇത് കൊണ്ടുവരാം അല്ലേ, p² - p - 2 = 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് ക്വാഡ്രാറ്റിക് ആണ് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, p+1 × p+2 എഴുതി കൂടെ സോറി p - 2 നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2 വരും വേണം, സം ചെയ്യുമ്പോൾ -1 വരും വേണം അല്ലേ. സം ചെയ്യുമ്പോൾ -1ഉം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2. p+1 × p - 2. അപ്പോൾ ഇത് കിട്ടി. p ആരാവാം, 1ഓ p 2ഓ. നമ്മൾ ഗ്രാഫിക്കലി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ x² - 2 എന്നുള്ള ഗ്രാഫ് എങ്ങനെ വരിക, ഈ രൂപത്തിലല്ലേ. ഇനി ഈ രണ്ട് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന പോയിന്റ്, ഈ y=x ഉം അതുപോലെ ഈ ഗ്രാഫും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അതല്ലേ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ്. നമ്മൾ എന്താണ്, g(p) = p ആവണ പോയിന്റ്, അതായത് ഇതെന്താണ്, അല്ലെങ്കിൽ g(x) x ആവണ പോയിന്റ്. അപ്പൊ ഇത് =x എന്നല്ലേ പറയുന്നത്, അതായത് നമ്മൾ ഈ y=x എന്നുള്ള അയാളായിട്ട് ഫിക്സ് ചെയ്യല്ലേ ചെയ്യണേ, അയാളായിട്ട് ആ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ എന്താണ് ആ രണ്ട് പോയിന്റ്സ്, നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ് ആ ഭാഗം കാണുന്നില്ല. ഏത്, ഇതോ, അതിന്റെ ആ കോർണറിൽ ഇതോ, ഇത് -1 അല്ലേ. അതല്ല, അതൊക്കെ കാണണ്ട, അപ്പത്തെ ബോർഡിന്റെ മുകൾ ഭാഗത്തെ കോർണറിൽ ഇങ്ങോട്ട് കാണുന്നില്ല, അവിടെ തന്നെ. അവിടെ എംബ്ലം വരും ഞങ്ങളെ ഗൂഗിൾ മീറ്റിന്റെ. അപ്പൊ എന്താണ് ഇത്, x² - 2 = x ആവണ പോയിന്റ് എന്നല്ലേ പറഞ്ഞേ. g(x) എന്താണ് x ആവണ പോയിന്റ് അല്ലേ, ഇത് g(p) p ആവണ പോയിന്റ്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ x² - 2 എന്നുള്ളത്, ഇതാണ് നമ്മളെ y=x. അപ്പൊ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അപ്പൊ ഇത് -1 2. അപ്പൊ ഈ രണ്ട് പോയിന്റ് ആണ് ഫിക്സ്ഡ് പോയിന്റ്. അപ്പൊ ഫിക്സ്ഡ് പോയിന്റ് കാണാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് g(p) = p നിൽക്കുക, ഇക്വേറ്റ് പിന്റെ വാല്യൂസ് കാണാം. ഓക്കെ, ഇനി അടുത്തൊരു തിയറം പറയുന്നത്, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഈ ഫിക്സ്ഡ് പോയിന്റിന്റെ പോർഷനിലാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫിക്സ്ഡ് പോയിന്റ് എന്തിനാ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഫിക്സ്ഡ് പോയിന്റ് എന്തിനാ ഉപയോഗിക്കുക? ഫിക്സ്ഡ് പോയിന്റോ, ഫിക്സ്ഡ് പോയിന്റ് ഇപ്പൊ നമ്മളിപ്പോ സൊല്യൂഷൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളിപ്പോ എന്താ ഫസ്റ്റ് ചെയ്തത്, റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലം അല്ലേ.
അപ്പൊ ഈ നമ്മൾ റൂട്ട് കാണാനാണ് ശ്രമിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ഫിക്സ്ഡ് പോയിന്റും അതുപോലെ ഈ റൂട്ട് കാണുന്നതും ഒരേ ഇക്വലൻ ക്ലാസ്സിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇത് എന്തിന് യൂസ്ഫുൾ ആണ്, നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു എന്താണ് ന്യൂമറിക്കലി ചെയ്യുന്നത് അതല്ലേ, റൂട്ട് കാണുകയല്ലേ. ഓക്കെ ആണോ? അല്ല മിസ്സേ, അപ്പൊ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് എന്നാ? ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് തന്ന ഫംഗ്ഷനും y=x എന്ന ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണോ? എങ്ങനെ? അത് ജോമെട്രിക്കലി നമ്മൾ പറയും. നോക്ക് എന്താ ഫിക്സ്ഡ് പോയിന്റ്, നമ്മൾ ഡെഫിനിഷൻ തന്നില്ലേ, പി എന്നുള്ള പോയിന്റ് എന്താണ്, പി എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷന്, ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടു ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഫിക്സ്ഡ് പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ജി ഓഫ് പി എന്താവണം, പി ആവണം. അതിന് ഫിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഏത് ഫംഗ്ഷനിൽ എന്താണ് ഇത് കൊടുത്തു കഴിഞ്ഞാലും, അതായത് ഓക്കെ ഒരു കാര്യം കൂടി പറയേണ്ടത്, എ ഫിക്സ്ഡ് പോയിന്റ് for a given function is a number at which the value of the function does not change when the function is applied. The fixed point എന്ന് പറഞ്ഞാൽ for a function is a number at which the value of the function does not change when the function is applied. നോക്ക് നമ്മൾ എന്താണ് ഒരു പോയിന്റിൽ നമ്മൾ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്താണ് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, അതേ പി തന്നെ നമുക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇത് ഇതാക്കിയ സമയത്ത് കർവിന്റെ ജോമെട്രിക്കലി പറയുന്നുണ്ടെങ്കിൽ ആ എന്താണ് കർവ് ഈ ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ്സ്, ഓക്കെ ഫിക്സ് ചെയ്യുന്ന പോയിന്റ്സ്, ഈ ലൈനുമായി ടച്ച് ചെയ്യുന്ന ആൾക്കാരെ. ഓക്കെ ആണോ? ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇത് ക്ലിയർ ആയാലാണ് കേട്ടോ അടുത്ത തിയറം പറയാൻ കഴിയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോടോ? ഇന്നത്തെ ഈ ഒരു തിയറും കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യണോ അതോ ഈ ഒരു ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ? ഈ തിയറും പ്രൂഫ് പറയണോ? ആരെങ്കിലും ഒന്ന് മറുപടി പറയണോ? മിസ്സിന് തിരക്കുണ്ടെങ്കിൽ? എനിക്ക് തിരക്കല്ല, ഇതിപ്പോ തന്നെ 18 മിനിറ്റ് ആയി. ഈ റെക്കോർഡിങ് വരുമ്പോഴേ അപ്ലോഡിങ്ങിന് പ്രശ്നം വരും. അപ്പൊ പിന്നെ രണ്ടാമത്തെ റെക്കോർഡ് ഓൺ ആക്കിയാ പോരെ? ഓക്കെ അങ്ങനെ ചെയ്യാം. അപ്പൊ 2 ക്ലാസ് ആയിട്ട് വരുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ? അതൊന്നുമില്ല. ഓക്കെ ഓക്കെ അത് ചെയ്യാം. അത് 2 അപ്ലോഡ് ചെയ്യേണ്ടി വരില്ലേ?